കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു ലയനം. അപ്പു ജോൺ ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഐക്യ കേരള കോൺഗ്രസിനുള്ള നീക്കങ്ങൾ. കേരള കോൺഗ്രസ് എമ്മിന്റെ സമാരാധ്യനായിരുന്ന നേതാവ് KM മാണി പറഞ്ഞതുപോലെ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. ഇക്കുറി കേരള കോൺഗ്രസിനെയും അതുവഴി UDFനെയും ശക്തിപ്പെടുത്തുവാനുള്ള നീക്കങ്ങളുമായി PJ ജോസഫിന്റെ അനുഗ്രഹാശിസുകളോടെ മകൻ അപ്പു ജോൺ ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഐക്യ കേരള കോൺഗ്രസിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി അപ്പുവിന്റെ പ്രത്യേക ദൂതൻ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് അനൂപ് ജേക്കബിനെയും കേരള കോൺഗ്രസ് B വിമത നേതാവ് ഉഷ മോഹൻദാസിനെയും ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ പാർട്ടികളെയും വ്യക്തികളെയും ഐക്യ കേരള കോൺഗ്രസിന്റെ ഭാഗമാക്കുമെന്ന് അപ്പു അറിയിച്ചു. ഇപ്പോൾ ഇടതുമുന്നണിയിലുള്ള കേരള കോൺഗ്രസ് എമ്മിലെ അസംതൃപ്തരായ നേതാക്കന്മാർ ഐക്യ കേരള കോൺഗ്രസിന്റെ ഭാഗമാകാൻ താൽപര്യപ്പെട്ടു കോട്ടയം MP ഫ്രാൻസിസ് ജോർജുമായി ചർച്ച നടത്തിയെന്നാണ് അവർ പറയുന്നത്. പാർട്ടിയെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ചെറു പാർട്ടികളെ കേരള കോൺഗ്രസിൽ ലയിപ്പിക്കും. ഇതിൽ ബിനോയ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം, ജനാധിപത്യ കേരള കോൺഗ്രസിലെ ഡോക്ടർ KC ജോസഫ്, PC ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം, കുരുവിള മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്, കല്യാണദാസിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് സെക്യുലർ, പ്രൊഫസർ പ്രകാശ് കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള കേരള വികാസ് കോൺഗ്രസ്, CK നാടുവിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ, CPI ജനതാദൾ സെക്യുലർ, രാഷ്ട്രീയ ജനതാദൾ തുടങ്ങിയ പാർട്ടികളിലെ വിമതർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. മുൻ MLA മാർ ഉൾപ്പെടെ കൊല്ലം, തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലെ പല CPI നേതാക്കന്മാരും ഐക്യ കേരള കോൺഗ്രസിൽ ചേരാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നേതാക്കൾ തമ്മിൽ തല്ലി തകർന്നു നിൽക്കുന്ന ജോസഫ് വിഭാഗത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള അപ്പുവിന്റെ നീക്കങ്ങൾ എത്രമാത്രം വിജയിക്കുമെന്ന കാര്യത്തിലാണ് സംശയമുയരുന്നത്. പാർട്ടി പിടിച്ചടക്കുന്നതിനുള്ള നീക്കങ്ങളുമായി നടക്കുന്ന കടുത്തുരുത്തി MLA മോൻസ് ജോസഫും സംഘവും തങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന അപ്പുവിന്റെ നീക്കങ്ങളെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.